രാമകൃഷ്ണനോട് ഞാൻ പലപ്പോഴും പറയും, ഞാൻ അവിടെ ഇല്ലാത്ത സമയങ്ങളിൽ പോലും ഞാൻ പറയും, രാമകൃഷ്ണ ഒന്ന് അവിടെ വരെ ചെല്ല്, അവിടെ കലാപമണി കമ്പനികൾ കുറച്ച് കൂടുന്നുണ്ടോയെന്ന്. ഞാൻ അയാളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കില്ല. എന്ത് നടന്നാലും എനിക്ക് അതിനകത്ത് ഭാഗമാക്കാകും പറ്റില്ല എന്ന് എന്നോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ പറയുന്ന സാമ്പത്തിക തിരിമറി ഇവർ കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് പൈസ കൊടുത്തിരുന്നതെന്ന്. അതിന് ഇവൻ തന്നെ ഇപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്താണ്. ഞാൻ പറഞ്ഞാൽ ഒരു ഊമക്കത്തോന്ന് 1 കോടി രൂപ ഒരാൾക്ക് കൊടുത്തു, 1 ലക്ഷം കൂടി കൊടുത്തപ്പോൾ അത് 1 കോടി രൂപയായി എന്നാണ് ഇപ്പോൾ അവൻ പറഞ്ഞത്. ഇത് 2 മാനേജർമാർ അറിയാതെ, ജോബിയോ ഷിബു അറിയാതെ ഇത് കൊടുക്കില്ല എന്നവൻ പറയുന്നുണ്ട്. ഞാൻ പറയണ ഈ ഊമക്കത്ത് ഇവൻ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞാലോ. ഇവരെ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ അടുപ്പിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അവൻ ഇത് നിന്നത്. പിന്നെ രാമകൃഷ്ണൻ പറയുന്നത്, ഈ രാമകൃഷ്ണനെ മണിച്ചേട്ടൻ അങ്ങനെ നിർബന്ധിച്ച് ഇവന്റെ ശല്യം സഹിക്കാതെ 2 പ്രോഗ്രാമിന് നമ്മൾ കൊണ്ടുപോയി. ഒന്ന് ചാലക്കുടി ഫെസ്റ്റ് എന്ന് പറയുന്ന മണിച്ചേട്ടൻ നടത്തിയൊരു പ്രോഗ്രാമുണ്ട് ചാലക്കുടി വെച്ച് തന്നെ. ദിലീപ് ഏട്ടനും ഇന്നസെന്റ് ഏട്ടനും സലികുമാറൊക്കെ വന്ന് അവരെല്ലാവരും വന്നൊരു ഫംഗ്ഷനായിരുന്നു. ആ വയൽപ്പില് ചാലക്കുടിക്ക് ഒരു പീലിക്കുടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് രാമകൃഷ്ണനെ കൊണ്ട് ഓപ്പണിംഗ് ഡാൻസ് കളിപ്പിക്കുക എന്നുള്ള തീരുമാനമായി. ഇവരുടെ ശല്യം സഹിക്കാതെ. അല്ലെങ്കിൽ നമുക്ക് തന്നെ മണികിലുക്കം എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്, അതിൽ ആർട്ടിസ്റ്റുകളുണ്ട്, പുറത്തുനിന്ന് നമ്മൾ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. മണിച്ചേട്ടൻ പറഞ്ഞ സാരമില്ല, നമ്മുടെ നാടെല്ലാം കളിക്കട്ടെ എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ വിചാരം ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ്, ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം. ഇതവൻ്റെ ഓപ്പണിംഗ് ഡാൻസ് തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ ഓപ്പണിംഗ് ഡാൻസ് ഇങ്ങനെ നിന്ന് അവൻ്റെ ആ പാത്രത്തിന് മുകളിൽ കയറുന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ തുടങ്ങി. മണിച്ചേട്ടൻ ഗ്രീൻ റൂമിൽ കിടന്ന് തെറിയോട് തെറി, എന്നോട് ഇറക്കി വിടണവനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടൻ ഞാനെങ്ങനെ ഇറക്കി വിടുന്ന, ഒരു ഐറ്റം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് കൂല തുടങ്ങി. ചാലക്കുടിയിൽ അന്ന് അവനെ മണിച്ചേട്ടൻ പറയാതെ തെറിയില്ല ഗ്രീൻ റൂമിൽ വെച്ചിട്ട്. ചാലക്കുടി ഫെസ്റ്റ്, ചാലക്കുടിക്ക് ഒരു പീലിക്കൂടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ മേലെ വിളിക്കണമെന്ന് പറഞ്ഞാൽ വിട്ടു. അങ്ങനെ 2ാമതൊരു പ്രോഗ്രാമിന് ദേശാഭിമാനിയുടെ ഒരു പ്രോഗ്രാം, അക്ഷരമുറ്റം എന്ന് പറഞ്ഞ മലപ്പുറത്ത് വെച്ചൊരു പ്രോഗ്രാം നടത്തി. അങ്ങനെ ഇവൻ വീണ്ടും വിളിച്ച് ഞങ്ങൾ മണിച്ചേട്ടൻ അവൻ വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പരിപാടിക്ക് അവൻ്റെ ഡാൻസ് വെക്കാമെന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാം അക്ഷരമുറ്റം എന്ന് പറഞ്ഞ പരിപാടിക്ക് 2ാമത്താണ്. അങ്ങനെ ആ പ്രോഗ്രാമിന് വെച്ചപ്പോൾ ഞാൻ രാമകൃഷ്ണൻ വിളിച്ചു, എടാ കണ്ണാന്ന് ഞങ്ങൾ വിളിക്കുന്നത്, കണ്ണാ നീ ലെങ്ത്ത് കുറയ്ക്കണം, അവിടുത്തെ പോലെ ആവരുത്. ചാലക്കുടി പിന്നെ നമ്മുടെ നാട്, മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ അവർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. എൻ്റെ ഐറ്റം ഒന്നും അവർ കാണില്ല, അവർക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ മതി, ഇപ്പോൾ ലെങ്ത്ത് ഇച്ചിരി കുറയ്ക്കണം. ആ കുറച്ച് ഞാൻ 10 മിനിറ്റ് ആക്കിയിട്ടുള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാമൊന്നും ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ മഴ. അപ്പോൾ ഇവൻ്റെ കുറച്ച് ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ, രാമകൃഷ്ണൻ എല്ലാവരും കൂടെ വേറൊരു വണ്ടിക്ക് വന്നു. ഇക്കയുടെ പരിപാടി. എന്നിട്ട് മണിച്ചേട്ടനെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, രാമകൃഷ്ണ ലെങ്ത്ത് കൂട്ടരുത് കേട്ടോ, കാരണം ഒന്നാം നല്ല മഴയാണ്, ഇവർക്ക് ആൾക്കാർ പിള്ളേരും ഉണ്ട്, കുറേ ഫാമിലി സ്കൂൾ മുറ്റത്തത്. അപ്പോൾ ആ പ്രോഗ്രാം നടക്കണം. അപ്പോൾ അവർ മണിച്ചേട്ടനെ കാണണ്ടാൽ മതി ഇവർക്ക്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി ചോദിച്ചു, എങ്ങനെ പ്രോഗ്രാം മഴയാണ്, നിങ്ങൾ കുട പിടിച്ച് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തുടങ്ങിക്കോ, ഞങ്ങളിവിടെ ഞങ്ങൾക്ക് മണിച്ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ടൈറ്റിലൊക്കെ പൊളിച്ച് ഇവൻ്റെ ഡാൻസ് ഫസ്റ്റ് വെച്ചു. പറഞ്ഞു 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ്റെ ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് ഡാൻസ് തുടങ്ങി. ഇവൻ്റെ ഐറ്റം നന്നായിട്ട് 10 മിനിറ്റ് വൃത്തിയായിട്ട് ചെയ്തു. കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിൽ വരുമ്പോൾ മണിച്ചേട്ടനെ കയറ്റി വിട്ടു. തിരിച്ച് ഗ്രീൻ റൂമിൽ വരുമ്പോൾ ഇപ്പം മേക്കപ്പ് കഴിച്ചു. നീ മേക്കപ്പ് കഴിച്ചു? ഇനിയില്ലേ? ഇല്ല, ഞാൻ പോകണം, എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ അവൻ പോവാന്ന് പറയുന്നല്ലോ, അവൻ പോകണം, അവൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിരിച്ച് മണിച്ചേട്ടൻ ഗ്രീൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെന്തേ? എടാ അവൻ എൻ്റെ അടുത്ത് 40,000 രൂപ മേടിച്ചുകൊണ്ട് പോയി. 40,000 രൂപയോ? എന്തിന്? അവനിപ്പോൾ 40,000 രൂപ വേണം, അവൻ്റെ പെർഫോമൻസിനും എല്ലാത്തിനും 40,000 രൂപ അവൻ്റെ ചാർജ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ആ പരിപാടിക്ക് കുറച്ച് പൈസ കുറച്ചാണ് പോയത്. എടാ എന്നെക്കാട്ടിലും പേയ്മെൻ്റ് അവന്. പുള്ളി എന്നോട് ചോദിക്കുക, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മുഴുവനോടെ നിൽക്കുക. ആ ആളാണ് രാമകൃഷ്ണൻ. എന്നാൽ പിന്നെ ഒരു ആർട്ടിസ്റ്റാണ് ആ പ്രോഗ്രാം തീരുന്നോടം വരെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്ലൈമാക്സ്, എങ്ങനെയാണ് നിർത്തുന്നത്? സ്വന്തം ചേട്ടൻ്റെ പരിപാടിയല്ലേ, അതുപോലും ചെയ്യാത്തവൻ പൈസ മേടിച്ചാൽ വീട്ടിൽ പോയി. ആ ആളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ അതൊക്കെ കൊണ്ടാണ് അവൻ നമ്മളെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരുടെ മനസ്സിൽ നമ്മളെ കരിവാരി തേപ്പിക്കുക എന്ന് കാണിക്കുന്നത്. 27 വർഷമായിട്ട് മണിയുമായിട്ടുള്ളൊരു സൗഹൃദം, അത് തൊഴിൽപരമായിട്ടും അല്ലാതെ വളരെ കുട്ടിക്കാലം മുതലുള്ളൊരു സൗഹൃദമാണ്. മണി എങ്ങനെയാണ് ഈ കുടുംബ ബന്ധങ്ങൾക്കാണോ അതോ തൻ്റെ സൗഹൃദങ്ങൾക്കാണോ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്? മണി ശരിക്കും പറയല്ലേ, കുടുംബം വലിയൊരു ബാധ്യത പോലെ ഏറ്റവും കാര്യമായിട്ട് ചെയ്ത ആളാണ്. ഒരു സഹോദരനെ കല്യാണം കഴിച്ചു വിട്ടു, പിന്നെ വീട് പണിതു. അന്ന് വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ. രാമകൃഷ്ണൻ ഇപ്പോൾ നാഷണൽ പങ്കെടുക്കാൻ പോയിരുന്നു കേരളോത്സവത്തിന്, അന്ന് മണി നിന്ന് സഹായിച്ചിരുന്നു. പിന്നെ രാമകൃഷ്ണന് വേണ്ടി, രാമകൃഷ്ണനുള്ള താല്പര്യം കൊണ്ട് രാമകൃഷ്ണൻ പല സ്ഥലങ്ങളിൽ രാമകൃഷ്ണൻ അങ്ങനെ ഡാൻസ് പഠിപ്പിച്ച് നടക്കണം. രാമകൃഷ്ണൻ അവിടെ സ്വസ്ഥമായിട്ട് പഠിപ്പിക്കാനായിട്ട് ആ ഒരു ബിൽഡിങ് രാമൻ സ്മാരകം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ പരമാവധികൾ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ രാമകൃഷ്ണൻ വേണ്ടിയിട്ട് അതിന് പ്രധാനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് രാമകൃഷ്ണനുള്ള താല്പര്യമാണ് പുള്ളി അത് ചെയ്തത്. മനസ്സ് തുറന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ പറയുമായിരുന്നു? മണിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അധികം ഇങ്ങനെ പിന്നീട് സംസാരിച്ചിട്ടില്ല നടന്നതിന് ശേഷം. പക്ഷേ ഞങ്ങൾ മിമിക്രി കളിച്ചിരിക്കുന്ന സമയത്ത് പക്ഷേ ഏത് വിഷമങ്ങൾ പുള്ളി തമാശയായിട്ട് പറയുള്ളൂ.
അച്ഛനെ ഷോക്ക് അടിച്ചതൊക്കെ തമാശയായിട്ട് പുള്ളി പറഞ്ഞത്. മറ്റേ വേട്ടാളം കൂടിയ കൂട്ടിൽ ആണിയിട്ട് കുത്തിയിരുന്നു തിരിച്ച് ഷോക്ക് അടിച്ചതൊക്കെ ഇല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കുള്ള വിഷമങ്ങളൊക്കെ അന്ന് തമാശ രൂപേണ അന്ന് പറയാറുള്ളൂ. പിന്നീടുള്ള സിനിമാ ലോകമായിട്ട് വരുന്ന പല കാര്യങ്ങൾ അവസാനം പാപനാശിൽ അഭിനയിച്ച കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതല്ലാണ്ട് ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അധികം ഞാൻ പിന്നീട് സംസാരിച്ചിട്ടില്ല. നേരത്തെ ഇപ്പൊ ഇതിനകത്ത് കാണിച്ച മനോജ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ 16 വർഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇതിനകത്താണ് കാണുന്നത്. ഞാൻ അധികം ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും TV. മനോജേട്ടൻ നമ്മുടെ ഞങ്ങളുടെ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയുള്ള ഒരു ആർട്ടിസ്റ്റ്. ഓക്കെ, ഞാൻ ഈ 16 വർഷത്തിന് ശേഷം ഞാൻ ഇതിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താ ജനുവരി 1-ാം തീയതി എല്ലാ ന്യൂ ഇയറുള്ള ദിവസം ന്യൂ ഇയറിന് ചെന്നിട്ട് മണിച്ചേട്ടൻ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ ഒക്കെ ചെക്ക് അല്ലെങ്കിൽ ക്യാഷ് കിട്ടും. അത് മാനേജർമാർ എടുത്തോണ്ട് പോകും, അല്ലെ കൂടെ നിൽക്കുന്നവർ എടുത്തോണ്ട് പോകും. ഈ ജനുവരി 1 എന്ന് പറഞ്ഞ ഒന്നുകൂടെ പറയണ്ട, പിറ്റേ ദിവസം മണി അവരെ വിളിച്ച് ചോദിക്കുമ്പോ ഈ ജനുവരി 1 എന്ന് പറയുന്ന ദിവസം ഞാൻ ഉണ്ടായ കാലത്തുമില്ല, അല്ലെങ്കിൽ ഞാൻ 16 വർഷം അതിന് മുന്നേ ഞാൻ കേട്ടില്ല ആ 1-ാം തീയതി പ്രോഗ്രാമിന് പോണത്. മാഡത്തിന് അറിയാം, എവിടെയെങ്കിലും ഒരു ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ, ഓണത്തിന്റെ 4 ദിവസം, പിന്നെ ദുഃഖവെള്ളി, അതുപോലെ തന്നെ ആ ഒരാഴ്ച ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച, 1-ാം തീയതി ബർത്ത്ഡേ, പിന്നെ ജനുവരി 1 ആളുടെ ബർത്ത്ഡേ, ഡിസംബർ 31 അന്ന് മണിച്ചേട്ടൻ പരിപാടിക്ക് പോയിട്ടില്ല. ഇനി കോടിയല്ല, ഇനി അതിന് മുകളിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ആള് വരില്ല. ആ ആളാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്, പുള്ളിയോട് പറഞ്ഞെന്ന്. ശരിക്കും പുള്ളിനൊക്കെ വിളിച്ചാൽ ചോദ്യം ചെയ്യേണ്ടത്. ഞാനിത് ഞങ്ങളുടെ സംഘടനയിൽ വിളിച്ച് ഞാൻ ഗണേശ് ചേട്ടനോട് അതിന് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ സംസാരിച്ചു, ദിനേശ് പണിക്കരേട്ടനൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇവരെ പോലുള്ള ആൾക്കാർ കയറി എന്ന് പറയുമ്പം ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയാണ്, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദിനേശ് ചേട്ടനോട് പറഞ്ഞു, എടാ സംഘടനയിൽ ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല, കാരണം മണിച്ചേട്ടൻ അവിടുത്തെ അംഗമല്ല, റമ്മയിലെ അംഗമാണ് മണിച്ചേട്ടൻ. അപ്പോൾ നമ്മുടെ ആത്മാന്ന് പറഞ്ഞ സംഘടന, അതിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല, പുറത്ത് വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പുറത്ത് വെച്ച് ആളോട് നമുക്ക് സംസാരിക്കും. ഞാൻ ഇന്ന് ഇവിടെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഓപ്പണായിട്ട് സംസാരിക്കാം നമുക്ക്. പക്ഷെ ആൾ വന്നില്ല. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ. നമുക്ക് വേണേൽ വിളിച്ച് ചീത്ത വിളിക്കാൻ വേണമെങ്കിൽ. പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? പോലീസിന്റെ ഇടപെടൽ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾ 48 പേരുണ്ട് നമ്മുടെ ട്രൂപ്പിൽ, മണികിലുക്കം എന്ന് പറഞ്ഞ ട്രൂപ്പിൽ. ഈ പോലീസുകാർ വിളിച്ച് അവിടുന്ന് സുനിൽ സാർ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം വിളിച്ച് ജിൻഡോ കലാഭവൻ ജിൻഡോ അല്ലേ പറഞ്ഞത്, ഒന്ന് സ്റ്റേഷൻ വരെ വരണം, മണിച്ചേട്ടൻ്റെ മരണമായിട്ട് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, എല്ലാവരും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെയാണ് ചെന്നത്. എല്ലാവരുടെയും മൊഴിയെടുത്ത് ഏറ്റവും അവസാനം എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ജിൻഡോ എന്താണ് മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം തുടക്കം മുതൽ പറയാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ മണിച്ചേട്ടനെ പരിചയപ്പെട്ടു, ആ ബന്ധം അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാം വരെയുള്ള കഥ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക്. അവർ പറഞ്ഞു ജിൻഡോ കണക്കും കാര്യങ്ങളും ജിൻഡോ ആണോ നോക്കി. ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ നമ്മുടെ പ്രോഗ്രാമിന് ഒരു നിശ്ചിതമായ ഒരു എമൗണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 ലക്ഷം രൂപയാണ് നമ്മൾ മണികിലുക്കം എന്ന പ്രോഗ്രാമിന് വാങ്ങാറ്. അത് ചിലപ്പോൾ മണിച്ചേട്ടനോട് അവർ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ മണിച്ചേട്ടാ ബഡ്ജറ്റ് ഞാൻ കുറവാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മണിച്ചേട്ടൻ പറയാം 375 ചെയ്ത് കൊടുക്കുക. അത് മണിച്ചേട്ടൻ അത് കുറച്ച് കൊടുക്കും. നമ്മുടെ എമൗണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ടെക്നിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി മണിച്ചേട്ടൻ്റെ എമൗണ്ട് മണിച്ചേട്ടൻ കുറയ്ക്കാറുണ്ട്. ചില പരിപാടികൾക്ക് പൈസ പോലും വാങ്ങാറില്ല, കിഡ്നി മാറ്റി വയ്ക്കുന്ന പരിപാടി. അങ്ങനെയുള്ള ഈ പരിപാടികൾക്ക് പോയിട്ട് മണിച്ചേട്ടന് അവസാനമായി കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ആയിരിക്കും മണിച്ചേട്ടൻ വാങ്ങുന്നത്. അഡ്വാൻസ് മണിച്ചേട്ടനെ വാങ്ങാറ്, ഇവരാരുമല്ല വാങ്ങാറ്. മണിച്ചേട്ടൻ്റെ അടുത്ത് നേരിട്ട് കൊടുക്കലാണ് പതിവ്. ബാക്കിയുള്ള പൈസ ഒന്നല്ല ശുഭിച്ചേട്ടൻ അല്ല ജോബിച്ചേട്ടനാണ് വാങ്ങാറ്. ആ പൈസ എത്രയാണെന്ന് മണിച്ചേട്ടന് കൃത്യമായിട്ട് അറിയാൻ കണക്ക്. മണിച്ചേട്ടനോടാണ് നമ്മൾ കണക്ക് പറയുന്നത്. മണിച്ചേട്ടാ ഇത്ര രൂപ അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഓക്കേടാന്ന് പറയും മണിച്ചേട്ടൻ. അതിന് കൂടാതെ ഈ പൈസ മണിച്ചേട്ടൻ ഉപയോഗിക്കുന്ന മിച്ചം കിട്ടുന്ന പൈസ മണിച്ചേട്ടൻ താമസിക്കുന്ന ഹോട്ടലിലെ ആ റെൻറ്റ് മാത്രമേ സ്പോൺസേഴ്സ് കൊടുക്കാറുള്ളൂ. ബാക്കി അവിടുന്ന് കഴിക്കുന്ന ഫുഡ്, അവിടുന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെ പൈസയും മണിച്ചേട്ടൻ. അത് മിനിമം ഒരു ചില സ്റ്റേലേക്ക് 25,000 20,000 ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് പോകുന്നുണ്ട് അവിടെ ആ ഹോട്ടലിലെ ചെലവുകൾ. എങ്ങനെയാണ് ഇതും കൂടി പറഞ്ഞേക്ക്. ഇനി ഈ പൈസ ഞങ്ങള് ഇവിടെ ചാലക്കുടിയിലെ നേരെ വന്ന നമ്മളെ ആളുടെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ പോവാറില്ല. വീട്ടിലാരും പോവാറില്ല. നേരെ മണിച്ചേട്ടന്റെ വീട്ടിലേക്ക് അല്ല, മണിച്ചേട്ടൻ പാടിയിലുണ്ട്. പാടിയിലേക്ക് വരുള്ളൂ. അല്ല, ഇനിയിപ്പോ വീട്ടിൽ പോയാലും ആള് പാടിയിൽ വന്നിട്ടാ പോകുള്ളൂ. ഞങ്ങൾ അവിടെയാണ് വെയിറ്റ് ചെയ്യാറ്. അവിടെ വീട്ടിൽ കേട്ടില്ല, എല്ലാരും പാടിയിലാണോ? അതിന് സൗകര്യം ഇവിടെ ഇരിക്കുക. അതുകൊണ്ടാണ് വീട്ടിൽ ഇപ്പൊ ഫാമിലി എല്ലാവരും ഇല്ല. വീട്ടിലുള്ള സൗകര്യം ആരും അങ്ങനെ വീട്ടിൽ പോയി കാണാം. ഇതുവരെ അങ്ങനെ ഇപ്പൊ ഒരു സൗഹൃദ സംഭാഷണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇവിടെയാണ്. അതുകൊണ്ടാണ് വീടിന്റെ അകത്തല്ല, പുറത്തൊക്കെ ഇഷ്ടംപോലെ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ വീടിന്റെ അകത്ത് റൂമിൽ കയറി അങ്ങനത്തെ പരിപാടി. ഈ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ആ പൈസ നമുക്ക് ചെലവായി പൈസ ഞാൻ എഴുതിയാണ് കൊടുക്കാറ്. എന്തെങ്കിലും കണക്ക് എഴുതി കൊടുക്കാറ്. വേറെ ആരും ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ എഴുതി ബാലൻസ് പൈസ ആൾക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ടാവും.
ആ ഒരു കോപ്പികളൊക്കെ ആ ഒരു എഴുത്താണ് ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോയപ്പോൾ എനിക്കതൊക്കെ പറ്റിയത്. എൻ്റെ ഏറ്റവും വലിയതാണ് മണിച്ചേട്ടൻ്റെ പേരിൽ ഞാൻ 2012 മുതൽ ഞാൻ ചെയ്ത് എന്തോ ശിവചേട്ടൻ പറഞ്ഞ പോലെ അറിയാണ്ട് ഡയറിയിൽ എഴുതിപ്പോയി. ആ ഡയറി ഞാൻ അതുപോലെ തന്നെ പോലീസുകാരുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് കറക്റ്റ് കണക്ക് അതിനകത്തുണ്ട്. നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമാധാനമായിട്ട് നമുക്ക് അടക്കാൻ പറ്റുന്നത്. സാബുവിന് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. രാമകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ടുപേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. ശാരീരികമായി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങളൊക്കെ കൂടെ എന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പം ഞാൻ പോകും. ഇപ്പോൾ മരിക്കുന്നതിന് 3 ദിവസം മുന്നേ എന്നെ വിളിച്ചായിരുന്നു. അത്യാവശ്യം ഒരു അപ്പം ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ഞാനപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കും എങ്ങനെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വരില്ല. നമുക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മളെ അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ഒരു കമ്പനി. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അപ്പം തന്നെ ഞാൻ സ്കൂട്ടർ എടുത്ത് നേരെ അവിടെ ചെന്നു. ഞാൻ ലാസ്റ്റ് ചെല്ലുമ്പോൾ ആള് ഒരു ഫോൺ വന്നിട്ട് അതിനെ ഇറങ്ങാൻ നിൽക്കണം. ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ നീ വന്നത് 13-ാം തീയതി അട്ടപ്പാടി ഭാഗത്തൊരു ഷോ ഉണ്ട്. 6-ാം തീയതി ആൾ മരിക്കുന്നു, 13-ാം തീയതി അട്ടപ്പാടി ഷോ. അപ്പോൾ എൻ്റെ ചേട്ടൻ അച്ഛനാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോലി. അപ്പോൾ ആള് അട്ടപ്പാടി ധ്യാനേന്ദ്രത്തിലായിരുന്നു. നന്നായി നല്ല പരിചയമുണ്ട്. അവിടെ എനിക്ക് അവിടെ തന്നെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഒരു വീട് സംഘടിപ്പിച്ചത് എനിക്ക് കുറച്ച് ദിവസം അവിടെ പോയി ഒന്ന് ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സജഷനുണ്ട്, ഞാൻ ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അപ്പോൾ ആൾക്ക് ഫോൺ വന്നിട്ടുണ്ട്. ആകെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. നീ ഒരു പണിയെ നീ പോയിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ ശരിയായിക്കോളാം, നീ പോയിട്ട് വൈകുന്നേരം പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം ഷട്ടിൽ കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാനിപ്പോൾ വരാറില്ല, ഞാൻ പകൽ എപ്പോഴും വന്നോളാം പറഞ്ഞിട്ട് അന്ന് പോകുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ മരിക്കുന്ന അന്ന് കാലത്താണ് ഞാൻ അറിയുള്ളൂ. എന്നെ ഇത് ആരും വിളിച്ചിട്ടില്ല. ഞായറാഴ്ച കാലത്ത് ഞാൻ അറിഞ്ഞ വഴി, ഞാൻ പള്ളിയിൽ പോയി വന്ന വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്, വെന്റിലേറ്റർ ആണെന്നും. അപ്പം തന്നെ ഞാൻ അമൃതയിലേക്ക് പോവുകയും ചെയ്തത്. എന്നോട് തലേ ദിവസം കാലത്ത് 7 മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. ഞാൻ കാണാൻ ചെല്ലുമ്പോൾ വെന്റിലേറ്ററിൽ അകത്ത് കിടക്കണമെന്നാണ്. അപ്പം കണ്ടില്ല. പിന്നെ അവിടുത്തെ നമ്മുടെ സ്വാമിയുടെ സെക്രട്ടറി പറഞ്ഞപ്പോഴാണ് കുറച്ച് ക്രിട്ടിക്കൽ ഷിബു ഒന്ന് കാണുന്നത് പറഞ്ഞപ്പോഴാണ് ഞാൻ അകത്ത് കയറി. ഞാനുണ്ടായിരുന്നു, ആക്ടർ സാദിഖൊക്കെ ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഭാര്യ ആശുപത്രി പോയിരുന്നു? ഇല്ല, ആശുപത്രി ചെല്ലുമ്പോൾ രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം ഞാൻ ആലോചിക്കണം. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കൾ മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട് അവിടെ. അത് രാമകൃഷ്ണനെ വിളിച്ചു വരുത്തിയതാണ്. ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജോബിച്ചേട്ടനാണ് പറയുന്നത്, കൂടെ ഉണ്ടായിരുന്നു, ജോബിച്ചേട്ടനാണ് കൊണ്ടുപോയത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു കൂടെയുള്ള കുടുംബത്തിൽ ആരെങ്കിലും വേണമെന്ന് അവർ പറഞ്ഞപ്പം രാമകൃഷ്ണനെ വിളിച്ചു വരുത്തി. രാമകൃഷ്ണൻ വന്ന് സൈൻ ചെയ്ത് കൊടുത്തു. ചേച്ചിയും കൊച്ചു വന്നില്ല, ചേച്ചി വന്ന് കണ്ടു, അപ്പോൾ തന്നെ തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞാണ് നമുക്ക് അറിവുള്ളൂ. അവർ അങ്ങനെ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നും. കാരണം എല്ലാവരും കണ്ടവരെല്ലാവരും പറയാം. ഇപ്പോൾ ഈ കേട്ടിടത്തോളം ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം സൗഹൃദം ബാധിച്ചവരുണ്ട്. ഇത് സുഹൃത്തുക്കൾ മാത്രമല്ല, ഞാൻ ആരും എടുത്തു പറയുന്നില്ല, അടുത്ത ബന്ധുക്കളെയും അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് മണിയേച്ചുള്ള ഇത് കാട്ടിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുന്ന ഏക വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും എന്നുള്ളതാണ്. അതിൽ കൂടെ വേണം നമ്മൾ തെളിയിക്കാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ, അവസാനത്തെ 3 മാസം മണിച്ചേട്ടൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ആ ചേച്ചി ഇങ്ങോട്ടും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ചേച്ചി പറയുന്നത്? അല്ലെ ചേച്ചി പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? 3 മാസമായിട്ട് മണിച്ചേട്ടൻ പാടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അവർ ചോദിക്കണം, അവരെയും കൂടെ നമ്മൾ ചോദ്യം ചെയ്യണം. ഞങ്ങളെ കൂട്ടുകാരെ മാത്രം ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. മണിയുടെ ഭാര്യയും ചോദ്യം ചെയ്തിട്ടില്ലേ? അത് ഞങ്ങൾക്ക് അറിയില്ല, നമുക്ക് ചോദിച്ചിട്ടില്ല. അല്ല, ചേട്ടൻ പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ കിടക്കണം ആദ്യം. കാരണം കലാഭവൻ മണിയുടെ സ്വത്തോ അല്ലെങ്കിൽ ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതി കണ്ടിട്ടൊന്നല്ല ഈ ഇരിക്കുന്ന ഞാനടക്കം, ഷിബു, ജിൻഡോ അല്ലെങ്കിൽ ജോബി, കലാഭവൻ മണിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ സ്വത്ത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കില്ല. അത് ചേട്ടന്റെ വെറും ധാരണയാണ്. കലാഭവൻ മണി മനസ്സറിഞ്ഞ് തന്നാൽ മാത്രമേ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കപട സുഹൃത്തുക്കൾ കലാഭവൻ മണിക്ക് ഇല്ല. ആ സത്യം മനസ്സിലാക്കണം. കലാഭവൻ മണിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് എങ്ങനെയെന്നറിയോ? അവിടെ വരുന്നവര്, ആദ്യമായിട്ട് വരുന്നവര്, എത്ര ദൂരത്ത് വരുന്നവര്, അത് ഇരുന്നു ഒരു തമാശ കേട്ടു, അല്ലെങ്കിൽ ഭക്ഷണം അവിടെ ഉള്ള ഭക്ഷണം വെച്ച് കഴിച്ചു, സന്തോഷത്തോടെ പോവാണ്, കയ്യിലുള്ളത് എടുത്ത് കൊടുത്താ പോകുന്നത്. അല്ലാതെ കലാഭവൻ മണിയുടെ സ്വത്ത് കണ്ടിട്ടൊന്നും ആരും അവിടെ നിന്നിട്ടില്ല. ഒരാൾ ഇതിൽ കോടീശ്വരന്മാരായിട്ടില്ല. ഷിബു എന്റെ തൊട്ട ഷിബു എന്താണ് ഏതാണെന്ന് എനിക്കിപ്പോഴും അറിയാം. ജിൻഡോന്റെ അവസ്ഥ എന്താണെന്നറിയാം.
കലാഭവൻ ജയന്റെ അവസ്ഥ എന്താണെന്നറിയാം. ഇത്ര ആവശ്യത ആയി എന്ന് അറിഞ്ഞപ്പോ വീട്ടുകാരെ അറിയിക്കേണ്ട ഒരു ചുമതല ഇല്ലായിരുന്നോ സുഹൃത്തുക്കൾക്ക്? കലാഭവൻ മണി അങ്ങനെ മരിക്കുമെന്ന് ഒരിക്കലും ആരും അല്ല, മരിക്കും എന്നുള്ള വിചാരമല്ല, തീർത്ത ആവശ്യതയായ ഒരാളിന് തീരെ അവസ്ഥയാണെന്ന് ഞങ്ങൾക്ക് ആരും പറയാൻ പറ്റില്ല. കിടക്കൊന്നുമില്ല, ബാത്റൂമിൽ പോവുക ഇങ്ങനെ പിടയ്ക്കുകയും അതൊരു രാത്രി കൊണ്ടുള്ള സംഭവമാണ്. ഒരു രാത്രി മണിക്കൂറുകളോളം ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഞാൻ ഈ മിണ്ടാതിരിക്കുന്നത് എന്താ അറിയാം, ഇത് പൊതുജനത്തിന്റെ സംശയം, അതുകൊണ്ടാണ് ഞാനിത് സൈലന്റ് ആയിട്ട് നിങ്ങൾ കേട്ടോ. എത്ര സ്വന്തക്കാരുമായിട്ട് എത്ര വിരോധം ഉണ്ടെങ്കിലും അവരെ അറിയിക്കേണ്ടത്. അതായത് ഞാനിപ്പോ അബദ്ധം മേഡം, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാ. ഞാൻ അവിടെ ചെല്ലുന്ന അവധി ദിവസങ്ങളിലൊക്കെ കലാഭവൻ മണി എന്നെ വിളിക്കും, എവിടെയാ ചേട്ടൻ, ഒന്ന് വരണം പാടിയില്ല. അപ്പൊ എന്ന് വേറെ ഒന്നുമില്ല, കുറച്ച് ബന്ധങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഞാൻ അവിടെ അബ്സർവ് ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്, കലാഭവൻ മണിനെ ഒരിക്കലും ഒരാൾക്ക് ഉപദേശിക്കാൻ പറ്റില്ല. കലാഭവൻ മണിയുടെ കയ്യിൽ ഒരു പൈസ ഒരാൾക്ക് അടിച്ചെടുക്കാനും സാധിക്കില്ല. മണിച്ചേട്ടൻ വ്യക്തമായ തെളിവുകളും കാരണങ്ങളും ഉണ്ട് ആളുടെ കയ്യിൽ. പിന്നെ ഒരു പാവപ്പെട്ടവൻ വരണമെങ്കിൽ അവൻ ആ മടിക്കുത്തിലിരിക്കുന്ന ചിലപ്പോൾ 50,000 കെട്ടായാലും 1,00,000 എടുത്തു കൊടുക്കുന്ന മനസ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജാഫർ ഇടുക്കിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. കലാഭവൻ മണിബായി എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹൃത്ത്, എല്ലാവരുടെയും സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥർ ഏത് അന്വേഷണ സംഘവും എന്തിന് വിധേയമാക്കി കഴിഞ്ഞാലും എല്ലാത്തിനും നമ്മൾ തയ്യാറാണ്. ഇത് സത്യം എന്താണെന്ന് തെളിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കുടുംബം രക്ഷിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കുന്നു. അതേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് അന്വേഷണം വന്നാലും ഏത് രീതിയിൽ കൂടെ വന്നു കഴിഞ്ഞാലും അത് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടോ? അതാണ് നമുക്ക് പറയാനുള്ളൂ. എന്തിനു സഹകരിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപദേശിക്കേണ്ടി വന്നിട്ടില്ലേ? പലപ്പോഴും നമ്മൾ അവിടെ കലാഭവൻ മണിയോട് പറയാണ്, ക്ഷീണമുണ്ടല്ലോ മുഖത്തെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കണ്ട. തുറന്ന് ഞാൻ പറയാം മേഡത്തോട്, എനിക്ക് അവിടെ നിൽക്കണ്ട. ഇവിടെ വരുന്നത് സന്തോഷിക്കാനും ചിരിക്കാനും മാത്രമായിരിക്കണം. അല്ലാതെ എൻ്റെ രോഗവിവരോ ആരെങ്കിലും മരിച്ചു എന്നോ മറ്റുള്ള ആളുടെ രോഗവിവരം പറയുന്നത് പോലും ആൾക്ക് ഇഷ്ടമല്ല. എൻ്റെ ഫാദർ മരിച്ചു, ഷിബു ഒരുമിച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വന്നിട്ട് വേറൊരു സ്ഥലത്തു നിന്ന് ഒരു വെള്ളം കൊണ്ടുകൊടുത്തിട്ടാണ് എൻ്റെ അപ്പച്ചനെ കാണാൻ വരുന്നത്. എൻ്റെ അനിയൻ മരിച്ചു ചെറുപ്പമായതുകൊണ്ട് അവിടേക്ക് വന്നില്ല, കാരണം ആൾക്ക് താല്പര്യമില്ല. ഇപ്പോൾ വേലായുധം മരിച്ചു, മണ്ണിയുടെ ചേട്ടൻ മരിച്ചു, ഞാനാണ് ആ സ്ഥലത്തുനിന്ന്, അതായത് ബോഡി എടുത്ത് കൊണ്ടുപോയെങ്കിലും അതിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് കയറുന്നത് ഞാനാണ്. കലാഭവൻ മണി പുറത്ത് നിൽക്കുക, ഒരു വാച്ച് നിലച്ച ഒരു അതായത് ആ വാച്ച് ആ മരിച്ച സമയത്ത് തീ കൊളുത്തിയാണ് മരിച്ചത്. ആ വാച്ച് എടുത്ത് കൊണ്ടുവരുമ്പോൾ എനിക്ക് കാണണ്ട എൻ്റെ ചേട്ടൻ്റെ ബോഡി കാണാൻ മോർച്ചറിയിലേക്ക് വന്നില്ല. കാരണം അങ്ങനെയാണ്, എന്നും സന്തോഷിക്കണം. വിഷമമുള്ള കാര്യം ദുഃഖങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഒരു ചെറിയ കുട്ടികൾ മരിച്ചു പാലക്കാട് വെച്ച്, വെള്ളത്തിലൂടെ മരിച്ചു. ഒരു പാലക്കാട് ഒരാളല്ലേ, എൻ്റെ മണിച്ചേട്ടൻ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞ് കരഞ്ഞു. പക്ഷെ മണി കൂടെ എനിക്ക് പറ്റില്ല, ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഒരു ഭയമുള്ള ഒരു വ്യക്തി സ്വന്തം ആരോഗ്യം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് ചിന്തിച്ചു കാണില്ലേ? പക്ഷെ നിങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യില്ലേ? ഇവിടെ അങ്ങനല്ല. ഞങ്ങൾ മണിച്ചേട്ടൻ്റെ അടുത്ത്, മണിച്ചേട്ടൻ്റെ കാലുവേദന തുടങ്ങുന്ന സമയത്ത്, കാലുവേദന ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും മണിച്ചേട്ടൻ എന്ത് പറ്റിയത്, മണിച്ചേട്ടൻ പറയാം, എടാ മറുമലർച്ചി എന്ന് പറഞ്ഞ പണ്ട് അഭിനയിച്ച തമിഴ് പടത്തിൽ അഭിനയിച്ച് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് കാല് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഒരു മുഴയുണ്ട് ആളുടെ അവിടെ, അന്ന് ഇതായത് അതെപ്പോഴും കാണിച്ചു തരും. ആ മുഴയുടെ വേദനയാടാ, അതുകൊണ്ട് അത് ഓപ്പറേഷൻ. അയ്യോ ഓപ്പറേഷൻ ഞാൻ പോലാട്ടോ, എൻ്റെ അമ്മയെ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന പേടിയാട്ടോ എന്നൊക്കെ ആൾ തന്നെ പറയും. അത് നമ്മൾ മണിച്ചേട്ടൻ അങ്ങനെ തൊങ്കിയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ലാസ്റ്റത്തെ അവസാനത്തെ ആ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോഡിയം വെച്ചിട്ട് അത് പോഡിയത്തെ പിടിച്ചോണ്ട് നിന്നാണ് ആള് പാടിയത്. ആ വീഡിയോ നിങ്ങളുടെ കണ്ടാൽ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോ നിങ്ങൾ പരസ്പരം, മണി വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു, നമുക്ക് സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചർച്ച ചെയ്തിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കലാഭവൻ മണിക്ക് അസുഖമുള്ളത് കൊളസ്ട്രോളും ഷുഗർ ആണെന്നാണ് ഞങ്ങളുടെ ധാരണ. അതിനുള്ള മരുന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ. എനിക്കറിയില്ല, ഞാൻ മരിച്ചതിന് ശേഷമാണ് മാരകമായ ഒരു അസുഖം ഞാൻ അറിയുന്നത്. മരിച്ചതിന് ശേഷം അറിയുന്നത്. എല്ലാവരും അത് അറിയുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടില്ല.